ത്രിപുരയിലെ ഒരു ഗ്രാമത്തിൽ 8ാം ക്ലാസ് ആകുമ്പോഴേക്കും കുട്ടികൾ പഠനം അവസാനിപ്പിക്കും. ചെറിയ ജോലി കിട്ടി, വിവാഹാലോചന വന്നു, പഠിച്ചിട്ടൊക്കെ എന്താകാനാ, പരീക്ഷയിലെ തോൽവി, അങ്ങനെ പല ചെറിയ കാര്യങ്ങളൊക്കെ പറഞ്ഞാണ് പഠനം ഇവർ പാതി വഴിയിൽ നിർത്തുന്നത്. മലയാളി കൂടിയായ ജില്ലാ കളക്ടർ എന്നാൽ കുട്ടികളെ പഠന വഴിയിലേക്ക് തിരിച്ചെത്തിക്കാൻ ഒരു മാർഗം കണ്ടെത്തിയിരിക്കുകയാണ്. അങ്കമാലിക്കാരിയായ ചാന്ദിനി ചന്ദ്രൻ IAS പറയുന്നത് നമുക്ക് കേൾക്കാം. ബോർഡ് ഇപ്പോ നമ്മൾ കേരളത്തിലെ കുട്ടികളെയൊക്കെ എടുത്തു നോക്കുവാണെങ്കിൽ, ഇപ്പൊ ഞാനൊക്കെ ആയാലും ചെറുപ്പത്തിലേ തുടങ്ങി ഒരു അംബീഷൻ ഉണ്ടായിരുന്നു, അതിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു വലിയൊരു ത്വര ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ത്രിപുരയിൽ നോക്കുമ്പോൾ ഇനീഷ്യൽ സ്കൂൾ എൻറോൾമെന്റ് വളരെ നല്ലതാണ്. 99% സ്റ്റുഡൻസ് സ്കൂൾ ജോയിൻ ചെയ്യും ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ. പക്ഷെ നമ്മൾ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറിയിലേക്കൊക്കെ പോകുമ്പോൾ ഡ്രോപ്പ് ഔട്ട് റേറ്റ് ത്രിപുരയിൽ വളരെ കൂടുതലാണ്. ഞാനിപ്പോ ഈ ആസ്പിറേഷണൽ ബോർഡ്സ് സ്റ്റാർട്ട് ചെയ്തൊരു ബ്ലോക്ക് എന്ന് പറയുന്നത് ഒരു ട്രൈബൽ ബ്ലോക്ക് ആണ്. അവിടെ ഒരു 30% സ്റ്റുഡൻസ് മാത്രമേ ഉള്ളൂ അവര് ഹയർ സെക്കൻഡറി തലത്തിലേക്കൊക്കെ പോകുന്നുള്ളൂ. അപ്പോൾ അതിന്റെ റീസൺസ് നോക്കുമ്പോൾ ഞങ്ങളൊരു സർവേ നടത്തി. അപ്പോൾ റീസൺസ് എല്ലാം വളരെ ചെറിയ റീസൺസ് ആണ്. ഒരു ചെറിയ ജോലി കിട്ടി, അല്ലെങ്കിൽ ഒരു മാരേജ് പ്രപ്പോസൽ വന്നു, അല്ലെങ്കിൽ ഒരു യൂണിറ്റ് ടെസ്റ്റിൽ ഫെയിൽ ആയി, അപ്പൊ അതില് നാണക്കേട്, അങ്ങനെ ചെറിയ റീസൺസിനൊക്കെ ആളുകൾ നമ്മളുടെ പഠനം നിർത്തിയിട്ട് പോകുന്ന ഒരു അവസ്ഥ കണ്ടു. അപ്പോഴാണ് നമ്മൾക്ക് തോന്നിയത്, അവരുടെ മുമ്പിൽ അത്ര റോൾ മോഡൽസ് ഒന്നും ഇല്ല അവർക്ക് കാണാനായിട്ട്, അവരുടെ സൊസൈറ്റിയിൽ അംബീഷൻ അച്ചീവ് ചെയ്ത. എന്നാൽ അവരെ തന്നെ അംബീഷൻ അച്ചീവ് ചെയ്തതായിട്ട് എന്നും കാണാനൊരു അവസരം ഉണ്ടാക്കി കൊടുക്കാം എന്ന് തോന്നി. അപ്പൊ അതിലാണ് ഈ AI യൂസ് ചെയ്യാനുള്ള ഒരു ആശയം വരുന്നത്. ഇപ്പൊ നമ്മൾ AI വന്ന തുടങ്ങി ഒത്തിരി നമ്മൾ പേഴ്സണലി പല ഫോട്ടോസിനെ ജിബ്ലിഫൈ ചെയ്യുന്നു, പല രീതിയിലേക്ക് മാറ്റുന്നു. അപ്പോൾ ഓരോ സ്റ്റുഡന്റിന്റെയും അവരുടെ അംബീഷൻ കളക്ട് ചെയ്തിട്ട് അവരുടെ ഫോട്ടോ അവരത് അച്ചീവ് ചെയ്യുന്നതായിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ അവർക്ക് ആ സക്സസ് വിഷ്വലൈസ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ വിഷൻ ബോർഡ്സ് ഒക്കെ പറയുന്നത് അങ്ങനെ തന്നെയല്ലേ, നമ്മൾക്ക് ഒരു കാര്യം വിഷ്വലൈസ് ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മൾ അതിനോട് കുറച്ചും കൂടെ അടുത്തതായിട്ട് തോന്നും, നമ്മൾക്ക് അതിനോടുള്ള ഒരു കമ്മിറ്റ്മെന്റ് കൂടും. അപ്പോൾ എന്നും സ്കൂളിൽ വന്ന് തങ്ങളുടെ ഡ്രീം ജോബിൽ എത്തിയിട്ടുള്ള ഒരു ഫോട്ടോ ഓരോ സ്റ്റുഡൻറ്റും കാണുമ്പോൾ അവർക്ക് പഠനത്തിനോടുള്ള ഒരു ഇഷ്ടം കൂടും. അവർക്ക് ഡ്രോപ്പ് ഔട്ട് ചെയ്യാനുള്ള ആ ഒരു ടെൻഡൻസി, ചെറിയ കാര്യങ്ങൾ വരുമ്പോൾ, ഡിസ്ട്രാക്ഷൻസ് വരുമ്പോൾ ഡ്രോപ്പ് ഔട്ട് ചെയ്യാനുള്ള ആ ഒരു ടെൻഡൻസിയും കുറയും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് നമ്മൾ ആസ്പിറേഷണൽ ബോർഡ് എന്നുള്ളൊരു ഐഡിയ കൊണ്ടുവന്നത്. അത് സ്കൂളിലൊക്കെ കൊണ്ടുപോയപ്പോൾ കുട്ടികൾക്ക് വളരെ എക്സൈറ്റ്മെന്റ് ആയിരുന്നു, സ്വന്തം ഫോട്ടോ കാണാനും ആ ഒരു രൂപത്തിൽ അഡൾട്ടായിട്ട് കാണാനൊക്കെ. അപ്പോൾ ഇനീഷ്യൽ എക്സൈറ്റ്മെന്റ് കഴിഞ്ഞാൽ പിന്നെയും അവർക്കതൊരു മോട്ടിവേഷൻ ആവും എന്നാണ് നമ്മൾ ഹോപ്പ് ചെയ്യുന്നത്. അതാണ് ആസ്പിറേഷണൽ ബോർഡ് പറയുന്നത്. സൗമ്യ കൃഷ്ണ ചേരുന്നുണ്ട് തത്സമയം. സൗമ്യ, ഈ കൊച്ചു കേരളത്തിലിരിക്കുമ്പോൾ നമ്മൾക്കിവിടെ കുട്ടികൾ എന്നൊക്കെ പറഞ്ഞാൽ വീട്ടുമുറ്റത്തും ഗ്രൗണ്ടിലൊക്കെ ഓടി കളിക്കുന്നവരും വാട്ടർ ബോട്ടിലും ബാഗും ഒക്കെ ആയി സ്കൂളിൽ പോകുന്നവരൊക്കെയാണ്. പക്ഷേ ഈ നാടങ്ങ് വിട്ടുകഴിഞ്ഞാൽ പിന്നെ കുട്ടികളെന്ന് പറയുന്നവർ വളരെ ചെറുപ്പത്തിൽ തന്നെ പല ഭാരവും തലയിൽ വെച്ച് ജോലി ചെയ്യുന്നവർ, വിവാഹം എന്നുള്ള അതൊക്കെ മനസ്സിൽ കൊണ്ട് നടക്കുന്നവർ, പഠനം എന്നുള്ള ഒരു സ്വപ്നം ഓരോ മനസ്സിൽ പോലും ഇല്ല. പലപ്പോഴും അങ്ങനെ ആകുന്നത് അവരുടെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ടുകൂടിയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ളവർ അവിടെ ഉണ്ട് എങ്കിൽ അതിലൊരു മലയാളിയായ കളക്ടറുടെ ആ ഒരു സാന്നിധ്യം എന്ന് പറയുന്നത് വളരെ വലുതാണ്, ആ ഒരു പങ്ക് വളരെ വലുതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഐഡിയകളൊക്കെ അവിടെ അവലംബിക്കുകയാണെങ്കിൽ അത് ശരിക്കും നല്ലതാണ്. കുട്ടികൾക്ക് കൂടി അവരുടെ ഒരു ആഗ്രഹം എന്താണ് എന്ന് തിരിച്ചറിയാനുള്ള ഒരു സമയം കൂടിയായി മാറും ഇത്. ശരിക്കും AI കൊണ്ട് വളരെ അബദ്ധങ്ങളും പ്രശ്നങ്ങളും ഒക്കെ വരുന്ന ഒരു സമയത്ത് AI കൊണ്ട് ഇങ്ങനെയും ചില ഉപകാരങ്ങളൊക്കെ ഉണ്ട് എന്ന് കാണിച്ചു തരിക കൂടിയാണ് ശരിക്കും. തീർച്ചയായും നമുക്ക് മലയാളികൾക്ക് എല്ലാവർക്കും അഭിമാനിക്കാം. കാരണം ഇങ്ങനെയൊരു ഉദ്യോഗസ്ഥ കേരളത്തിൽ നിന്ന് പഠിച്ച് കേരളത്തിൻ്റെ എല്ലാവിധ സാഹചര്യങ്ങളും പരമാവധി ഉപയോഗിച്ച് പഠനത്തിൻ്റെ വില മനസ്സിലാക്കി പഠിച്ച് തന്നെ ആ സ്ഥാനത്തെത്തിയ ഒരു ഉദ്യോഗസ്ഥ ത്രിപുരയിലെ വടക്കൻ ത്രിപുരയിലെ ഒരു സ്ഥലത്ത് ചെന്ന്, അവിടെ നോർത്ത് ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ആണ് ത്രിപുരയിൽ ചാന്ദിനി ചന്ദ്രൻ. അപ്പോൾ ചാന്ദിനി ചന്ദ്രൻ എന്ന അങ്കമാലിക്കാരി അവിടെ ചെന്ന് ഇത്തരത്തിലൊരു മാറ്റം കൊണ്ടുവരുന്നു. അതും ഈ പഠനത്തിൻ്റെ പ്രാധാന്യം ഒരു വയസ്സ് വരെ നോക്കൂ, നമ്മൾക്ക് ആർക്കും തന്നെ ഇന്ന് പഠിച്ച
പഠിച്ച് വലിയ നിലയിലെത്തിയ പലരും പഠനത്തിൻ്റെ പ്രാധാന്യം പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് നമുക്കറിയില്ലായിരുന്നു. നമ്മളെ ആ രീതിയിലേക്ക്, ആ പാതയിലേക്ക് കൊണ്ടുവരാൻ ഒരുപാട് പേർ പരിശ്രമിച്ചതിൻ്റെ ഭാഗമാണ്. ഞാൻ ചാന്ദിനിയോട് സംസാരിക്കുമ്പോഴും ചാന്ദിനി മാം പറഞ്ഞിരുന്നത് ഈ കാര്യം തന്നെയാണ്. അതായത് ഏതെങ്കിലും ഒരു കാര്യം ഇൻസ്പയർ ചെയ്തിട്ടുണ്ടോ, പ്രചോദനമായിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പറയുന്നത് ഇല്ല. കേരളത്തിലെ ഈ പഠന രീതി നമ്മുടെ കുടുംബവും നമ്മുടെ ഈ സംവിധാനവും ഒക്കെ പഠിക്കാൻ പ്രേരിപ്പിച്ചത് എങ്ങനെയാണോ എന്ന് ആലോചിച്ചപ്പോഴാണ് ഈ ഒരു ദിശയിലേക്ക് എത്തിയതെന്നാണ്. അതുതന്നെയാണ് പഠനത്തിൻ്റെ പ്രാധാന്യം. ഈ കുട്ടികളോടൊക്കെ സംസാരിക്കുമ്പോൾ 70% പേരും കൊഴിഞ്ഞു പോവുകയാണ്. അത് 8, 9, 10, 11, 12 ക്ലാസ്സുകളിലേക്ക് എത്തുമ്പോഴാണ് ഈ കൊഴിഞ്ഞു പോക്ക്. അവർ പറയുന്ന വളരെ ചെറിയ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം ഇവർ പറയുന്നത് എന്തിനാണ് പഠിച്ചിട്ട് കിട്ടാൻ പോകുന്നത് വളരെ ചെറിയ ശമ്പളത്തിൻ്റെ ജോലിയാണ്, അല്ലെങ്കിൽ ചെറിയ കൂലിക്ക് ജോലി ചെയ്യുന്നവരെയാണ് അവർ ചുറ്റും കാണുന്നത്. വികസനത്തിൻ്റെ കാര്യത്തിൽ ത്രിപുരയും കേരളവും തമ്മിൽ വലിയ അന്തരമുണ്ട്. അതുകൊണ്ട് തന്നെ അവർ കാണുന്നത് കൂടുതലും അവികസിതമായ അല്ലെങ്കിൽ വികസനമില്ലാത്ത വലിയ ശമ്പളത്തിനൊന്നും ജോലി ചെയ്യുന്ന ആരും അവർ ചുറ്റും കാണുന്നില്ല എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ എന്തിനാണ് ഇത്ര ചെറിയ ശമ്പളത്തിന് ജോലി ചെയ്യാൻ ഇങ്ങനെ വലിയ കഷ്ടപ്പെട്ട് പഠിക്കുന്നത് എന്നുള്ളൊരു ചിന്തയാണ് അവരുടെ ഉള്ളിൽ. ആ ചിന്ത മാറ്റാൻ കണ്ടെത്തിയ ഈ ഒരു ആശയം എന്ന് പറയുന്നത് ഒരേ സമയം നമുക്ക് എല്ലാവർക്കും വലിയ അതിശയം തോന്നുന്നുണ്ട്, അതിനോടൊപ്പം തന്നെ വലിയ അഭിമാനം തോന്നുന്നുണ്ട്. ഒരു മലയാളിയാണല്ലോ ഇതിനൊക്കെ മുൻപിൽ നിന്ന് നയിച്ചത്, അതും ഒരു സ്ത്രീ, മലയാളിയായ പെൺകുട്ടി ഇവിടെ നിന്നും പഠിച്ച് വലിയ നിലയിലെത്തി അവിടെ പോയി ഒരു ഗ്രാമത്തിൻ്റെ ആകെ ദാസ്ദ എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് ഇത് ആദ്യമായി അവതരിപ്പിച്ചത്. അവിടുത്തെ കുട്ടികൾക്ക് മുന്നിലാണ് ഇത് എത്തിയത്. അവിടെ ഇത് അക്ഷരാർത്ഥത്തിൽ ഇതൊരു വലിയ മാറ്റം ഉണ്ടാക്കുന്നുണ്ട് എന്ന് തന്നെയാണ് അവരുടെ പ്രാഥമികമായ ഒരു കണ്ടെത്തൽ എന്ന് പറയുന്നത്. അവരെ സംബന്ധിച്ച് ഇങ്ങനെയൊരു ലക്ഷ്യം മുന്നിലേക്ക് വരികയാണ്. ഓക്കെ, ഇനി നമുക്ക് ഡോക്ടർ ആകാം, അല്ലെങ്കിൽ എഞ്ചിനീയർ ആകാം, അങ്ങനെ ആയാൽ നമ്മൾ ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക എന്ന് മുന്നിലെത്തുമ്പോൾ കുട്ടികളാണ്, അവരെ സ്വാധീനിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇത്തരം കാര്യങ്ങളിലൂടെ തന്നെ നമുക്ക് അവരുടെ മനസ്സ് പിടിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു ആശയത്തിന് കൊടുക്കണം, നമ്മൾ പറയില്ലേ ഒരു വള ഇട്ട് കൊടുക്കണം എന്നൊക്കെ പറയുന്ന പോലെ ആ ആശയത്തിന് ഒരു കുതിരപ്പവൻ കൊടുക്കണം. അവരുടെ മനസ്സിലുള്ള ആഗ്രഹം എന്താണ് എന്ന് അവരെ തന്നെ ഒന്നുകൂടി മനസ്സിലാക്കി കൊടുത്ത് ആ ആഗ്രഹത്തെ ഒന്നുകൂടി പരിപോഷിപ്പിച്ചെടുക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ശരിക്കും പഠനത്തിന്റെ പ്രാധാന്യം എന്താണ് എന്ന് ആ കുഞ്ഞുങ്ങൾ തന്നെ തിരിച്ചറിഞ്ഞ ഒരു നിമിഷമായിരിക്കും. അപ്പം ഇങ്ങനെയുണ്ട് AI കൊണ്ടുള്ള ചില ഗുണങ്ങൾ എന്ന് പറയുന്നത്. അതിന് പിന്നിലുള്ള നമ്മുടെ മലയാളിയായ ചാന്ദിനിയുടെ ആ ഒരു ദൗത്യത്തിന് വലിയൊരു കയ്യടി. ചെറിയ രീതിയിൽ തന്നെ ഒരു മാറ്റം കൊണ്ടുവരാൻ കഴിയുകയാണെങ്കിൽ അതിന് വലിയ സന്തോഷമുണ്ട്. ശരി.